ഞങ്ങളെ പറ്റിച്ചതാരപ്പ? സതീശനാണേ പൊന്നപ്പ. ഞങ്ങളെ പറ്റിച്ചതാരപ്പ? സതീശനാണേ എൻ്റെ അപ്പ. പാടാൻ പോകുന്നത് ആശാവർക്കർമാരാണ്. പിണറായി സർക്കാരിൻ്റെ തുടർഭരണത്തിന് തടസ്സം നിന്ന ഒരു പ്രധാനമായ ഘടകമായിരുന്നു ആശാവർക്കർമാരുടെ സമരം. ആശാവർക്കർമാരുടെ ഓണറേറിയം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം. ആ സമരത്തിന് നേതൃത്വം നൽകിയത് SUCI എന്ന പാട്ടപ്പിരിവ് സംഘടനയാണ്. SUCI ആണ് ബംഗാളിൽ ഇടതുപക്ഷ ഭരണത്തിന് അന്ത്യം കുറിച്ചത്. SUCI പാട്ടപ്പിരിവുമായി ഇറങ്ങുന്ന കണക്കല്ല ബംഗാളിൽ പ്രവർത്തിച്ചത്. നന്ദിഗ്രാമിലും സിന്ധൂരിലും ഒക്കെ തീവ്രവാദ സ്വഭാവം അവർ കാട്ടി. അവിടെ വെടിവെപ്പുണ്ടായി. ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് പ്രയോഗം സംഭവിച്ചു. മമതാ ബാനർജി ഭരണം പിടിച്ചെടുത്തു. ബംഗാളിൽ CPM ഒന്നുമല്ലാതായി മാറി. എന്തായാലും ആശാവർക്കർമാരുടെ സമരം പിണറായിക്ക് വലിയ തിരിച്ചടിയായി മാറി. ആശാവർക്കർമാരുടെ സമരത്തെ നയിച്ചത് SUCI നേതാവ് മിനിയായിരുന്നു. മിനിയുടെ ഭർത്താവ് ഡോക്ടർ M ഷാജർ ഖാൻ. ഈ രണ്ടുപേരുടെയും ചരിത്രങ്ങൾ ഇനി പൊളിറ്റിക്സ് കേരള പുറത്ത് വിടുന്നതായിരിക്കും, തെളിവുകൾ സഹിതം. എന്തായാലും മിനി ആശാവർക്കർമാരുടെ സമരത്തിന് നേതൃത്വം നൽകി. ആശാവർക്കർമാരുടെ സമരം പിണറായി അവഗണിച്ചത് വലിയ തിരിച്ചടിയായി മാറി. അപ്പോൾ സതീശനും BJPക്കാരും, VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവായിരുന്നു, VD സതീശനും BJP നേതാക്കളുമൊക്കെ ആശാവർക്കർമാരുടെ സമരപന്തലിലെത്തി അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. രമേശ് ചെന്നിത്തല അവിടെ എത്തി. VD സതീശൻ അന്ന് ആശാവർക്കർമാരോട് പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ നിങ്ങളുടെ ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കും എന്നായിരുന്നു. ആശാവർക്കർമാർ അത് കേട്ട് കയ്യടിച്ചു, കോരിത്തരിച്ചു. പാവങ്ങളാണ് ആശാവർക്കർമാർ, അത്താഴ പട്ടിണിക്കാരാണ് ആശാവർക്കർമാർ. അവർക്ക് 21,000 രൂപ കിട്ടുക എന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ്. പക്ഷേ ഇപ്പോൾ ആകെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് 3,000 രൂപ. ആശാവർക്കർമാരുടെ ശമ്പളം 1,000 രൂപയായിരുന്നു. 1,000 രൂപയിൽ നിന്ന് അവർക്ക് 9,000 രൂപയായി വർദ്ധിപ്പിച്ചത് പിണറായി സർക്കാരായിരുന്നു. ഇതിപ്പോൾ 12,000-ൽ എത്തി നിൽക്കുന്നു. സതീശൻ പറഞ്ഞ 21,000 രൂപ എവിടെയെന്ന് ആശാവർക്കർമാർ സമരം നയിച്ച മിനിയോട് ചോദിക്കുന്നു. മിനിയും സതീശനും നുണ പറഞ്ഞ് ആശാവർക്കർമാരെ പറ്റിക്കുകയായിരുന്നു. UDF ഭരിക്കുമ്പോൾ, UDF ഭരണത്തിൽ വന്നാൽ 21,000 രൂപ ആശാവർക്കർമാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ സതീശൻ കാലുമാറി. ചുരുക്കത്തിൽ 3,000 രൂപ മാത്രമാണ് അവർക്ക് വർദ്ധിപ്പിച്ചത്. അവർക്ക് 9,000-ൽ നിന്ന് 12,000 രൂപ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ സെക്രട്ടേറിയറ്റിൽ സമരം നയിച്ചത് എന്തിനായിരുന്നു? 21,000 രൂപ ഓണറേറിയം ലഭിക്കാൻ വേണ്ടിയായിരുന്നു അവർ സമരം നയിച്ചത്. ആ സമരത്തിന് നേതൃത്വം നൽകിയത് SUCIയുടെ നേതാവ് മിനിയായിരുന്നു. മിനിയുടെ അഭിമുഖം അന്ന് പൊളിറ്റിക്സ് കേരള എടുത്തിരുന്നു. ആശാവർക്കർമാർക്ക് അനുകൂലമായി പൊളിറ്റിക്സ് കേരള ആ അഭിമുഖം എക്സ്ക്ലൂസീവായി സംപ്രേഷണം ചെയ്തിരുന്നു. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. പക്ഷേ മിനിയും SUCI എന്ന സംഘടനയും ചേർന്ന് ആശാവർക്കർമാരെ ഹൈജാക്ക് ചെയ്യുകയായിരുന്നു. മിനി BJP നേതാക്കളുമായും കോൺഗ്രസ് നേതാക്കളുമായും ചർച്ച നടത്തി ആ സമരത്തെ ഒരു ജനകീയ സമരമാക്കി മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. അതിൽ ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തു. എന്തായാലും അവരിപ്പോൾ പറയുന്നത് അവരുടെ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷമായി വർദ്ധിപ്പിക്കണമെന്നാണ്. അത് അവരുടെ മറ്റൊരു ആവശ്യമായിരുന്നു. അവരുടെ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷമായി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ആദ്യത്തെ ക്യാബിനറ്റ് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ആശാവർക്കർമാരെ പറഞ്ഞു പറ്റിച്ചു VD സതീശൻ. VD സതീശൻ പണ്ടേ നുണേശനാണ്. നുണകളുടെ കൂമ്പാരമാണ് VD സതീശൻ.
ഇന്ന് രാവിലെ പറയുന്നത് ഉച്ചയ്ക്ക് മാറ്റി പറയും, ഉച്ചയ്ക്ക് പറയുന്നത് വൈകുന്നേരം മാറ്റി പറയും, രാത്രി ഇതെല്ലാം മാറ്റി പറയും. ഇതൊക്കെയാണ് സതീശൻ്റെ പ്രത്യേകത. ഇനി ആശാവർക്കർമാരുടെ സമരത്തെ നയിച്ച മിനി SUCI എന്ന സംഘടനയുടെ നേതാവാണ്. മിനി ആശാവർക്കർമാരുടെ സമരത്തിൽ നിന്ന് വലിയ ഒരു ബെനിഫിറ്റ് അത് ഞങ്ങൾ വരും കാലങ്ങളിൽ പുറത്തുവിടും. മിനിയോടുള്ള എല്ലാ ബഹുമാനവും വെച്ച് തന്നെ പുറത്തുവിടും. മിനിയും SUCI എന്ന സംഘടനയും വലിയൊരു ബെനിഫിറ്റ് അടിച്ചെടുത്തു. പ്രത്യേകിച്ച് മിനി അടിച്ചെടുത്തു എന്നാണ് CPMൻ്റെ ആരോപണം. അത് ഞങ്ങൾ അന്വേഷിച്ച ശേഷം ഞങ്ങളത് പുറത്തുവിടുന്നതായിരിക്കും. മിനിയുടെ ഭർത്താവ് ഡോക്ടർ ഷാജർ ഖാൻ എൻ്റെ സുഹൃത്തു കൂടിയായിരുന്നു. ഇപ്പോൾ സുഹൃത്തൊന്നുമല്ല. കാരണം അഴിമതി കാണിക്കുന്ന ആരും സംഘടനയുടെ പേരിൽ എന്തെങ്കിലും ഒരു സംഘടനയുടെ പേരിൽ അഴിമതി കാണിക്കുന്നവരാരും ഞങ്ങളുടെ സുഹൃത്തൊന്നുമല്ല. ഷാജർ ഖാൻ ചെയ്യുന്ന പ്രവർത്തികൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയുള്ള ചില സൂചനകളൊക്കെ പൊളിറ്റിക്സ് കേരളയ്ക്ക്, വ്യക്തമായ സൂചനകൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടിക്കഴിഞ്ഞു. SUCI പണ്ട് പാട്ടപ്പിരിവുമായി നടന്ന സംഘടനയായിരുന്നു. വീടുകൾ തോറും അവർ പിരിവുമായി എത്തുമായിരുന്നു. ആ പിരിവ് കൊടുത്തിട്ടുള്ളവർ, നന്നായി പിരിവ് കൊടുത്തിട്ടുള്ളവരിൽ ഒരാളാണ് ഞാനും എൻ്റെ കുടുംബവും. എന്തായാലും മിനി ഇപ്പോൾ മിനിയെ പറ്റി പറയുന്നത് മിനി ഒരു ആഡംബര വസതി വാങ്ങി എന്നാണ് ഒരു ആരോപണം നിലനിൽക്കുന്നത്. ആശാവർക്കർമാർ പറഞ്ഞതാണ്, ഞാൻ പറയുന്നതല്ലേ. അങ്ങനെ ഒരു ആഡംബര വസതി വാങ്ങി സ്റ്റാച്യുവിൽ ചിറക്കുളത്ത് എന്നാണ് ഒരാരോപണം. അത് ആരോപണമാണ്. അതുകൊണ്ട് അതിൻ്റെ കൃത്യമായ ഒരു വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ലഭിച്ചു കഴിഞ്ഞാൽ ആഡംബര വസതിയുടെ ചിത്രമടക്കം ഞങ്ങൾ പുറത്തുവിടും. എന്തായാലും ആശാവർക്കർമാർ വീണ്ടും സമരത്തിൽ. ആശാവർക്കർമാർ മിനിയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. മിനി ഇനി വേണ്ട എന്നാണ് ആശാവർക്കർമാരുടെ തീരുമാനം. അപ്പോൾ ആശാവർക്കർമാരെ പറ്റിച്ചതാരപ്പ? സതീശനാണേ പൊന്നപ്പ, മിനിയാണേ എന്നപ്പ. പൊളിറ്റിക്സ് പുറത്തുവിടും. ഇനിയിപ്പോൾ മിനി കാത്തിരുന്നുള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ടാണ് പൊളിറ്റിക്സ് കളി. ആഡംബര വസതികൾ വാങ്ങിക്കൂട്ടി SUCI എന്ന് പറയുന്ന സംഘടനയുടെ പേരിൽ അതൊക്കെ വാങ്ങിക്കൂട്ടുമ്പോൾ ചോദ്യം ചെയ്യാൻ ഒരു പ്രസ്ഥാനമെങ്കിലും ഉണ്ടാകും. ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് പൊളിറ്റിക്സ് കേരള.